നല്ല വേഗത്തില്. അത് നോക്കൂ, നമ്മുടെ പൈസ തരാൻ അവന് പറ്റുന്നില്ല. ഇവിടെ ഊഞ്ഞാലാടി കളിക്കുക. നമുക്ക് അവൻ ഇന്ന് ശരിയാക്കി കൊടുക്കണം. മോട്ടു അത് കണ്ടോ? എല്ലാവരും നമ്മളെ തല്ലാൻ വേണ്ടി വരികയാണ്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. പൊളിക്കടുത്തല്ല, എന്താ പടങ്ങി നടക്കുന്നത്? ഓടിക്കോ. എന്റെ അത്തിപ്പാറമ്മച്ചി, രാവിലെ എനിക്ക് ഇങ്ങനെ കിടന്ന് ഓടാൻ വയ്യ. എന്റെ ഇടുപ്പ് പോയി. എങ്കിലും സ്കേറ്റിംഗ് നല്ല രസവാ. നാളെ തന്നെ എന്റെ പറ്റൊക്കെ തീർത്ത് തന്നേക്കണം, അല്ലെങ്കിൽ നിന്റെ നടു ഇടിച്ചു പൊളിക്കും. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലോ നീ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. നിങ്ങൾ ആ ഐസ് കട്ടയുടെ മുകളിൽ കൂടെ സ്കേറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ഒന്നാലോചിക്കേ, ഈ പാർക്ക് മുഴുവനും ഐസ് കട്ട കൊണ്ട് നിറച്ചാ പിന്നെ ഈ ഫുർഫുറി നഗറിലുള്ളവർക്കെല്ലാം ഇവിടെ വന്ന് സ്കേറ്റ് ചെയ്യാം. നല്ല രസമായിരിക്കും. പിന്നെ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് സമ്പാദിക്കാം. പിന്നെ നമ്മുടെ കടങ്ങളൊക്കെ കൊടുത്ത് തീർക്കുകയും ചെയ്യാം. പൊളിക്കടുത്തല്ല, പക്ഷേ നമുക്ക് ഈ ഐസ് പാർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? എന്റെ രോഗികളാണെങ്കിൽ സത്യം ഈ കാര്യം ഞാൻ ചെയ്തു തരാം. ഞാൻ ഏറ്റത്. ഇതാ നോക്ക്, എന്റെ റോക്കറ്റ്. ഈ റോക്കറ്റ് കത്തിച്ച് മുകളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ആ ഭാഗത്ത് മുകളിൽ നിന്ന് മഞ്ഞ് വീടുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇത് സ്നോ പാർക്കായിട്ട് മാറും. പക്ഷേ എന്റെ വലിയേട്ടാ, ഇത്രയും അധികം റോക്കറ്റുകൾ എന്തിനാ കൊണ്ടുവന്നത്? ഒരെണ്ണം മുകളിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാലോ മോട്ടു. ഞാൻ റോക്കറ്റ് വിടാം. മോട്ടു എന്റെ ബ്രോ, നീ എന്താ ഈ ചെയ്തേ? ഓടിക്കോ. പൊളിക്കടുത്തല്ല. അമ്മേ, മമ്മി. എന്റെ പുറകെ വരില്ലേ? ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. ഞാൻ നിന്റെ ജന്മദാതാവാണ്. ഇവന്മാര് നമ്മളെ പറ്റിക്കുകയായിരുന്നു. അടിക്കേ. അടിക്കേ, അവനെ അടിക്കേ, അവനെ വിടരുതേ. മോട്ടോ പത്രോ വെളിയിൽ വാ. മോട്ടോ പത്രോ വെളിയിൽ വാ. എനിക്ക് തോന്നുന്നത് രാവിലെ തന്നെ ആരോ നിന്നെ തല്ലാൻ വന്നതാണെന്നാ. വേഗം താഴേക്ക് ഒളിച്ചോ. പുറത്തേക്ക് വാ. വന്ന് നോക്ക് പുറത്ത് എന്താ ഉള്ളതെന്ന്. ഇല്ല ഇല്ല, പുറത്തു വന്നാ ഞങ്ങൾ എടുത്തിട്ട് ചവിട്ടാനല്ലേ. ഞങ്ങള് വരില്ല. ഓയ് മോട്ടു, എന്റെ ചങ്കെ, നീ കണ്ടില്ലേ ഈ ഫുർഫുറി നഗരം എന്ത് ഭംഗിയായിട്ടാ ഉള്ളതെന്ന്? ഇതെന്റെ റോക്കറ്റിന്റെ ഫലവാ. ഫുർഫുറി നഗരം എന്ത് മനോഹരമാണല്ലേ. എങ്ങനെയാണെന്ന് വെച്ചാ സ്വിറ്റ്സർലാൻഡ് പോലെയായി അല്ലേ? മോട്ടോ, നിങ്ങള് കാരണം ഞങ്ങൾ എല്ലാരും ഒന്ന് ശരിക്കും അടിച്ചു പൊളിക്കാണ്. സ്വപ്നത്തിൽ പോലെ ഇതൊന്നും നടക്കുന്ന വിചാരിച്ചേ ഇല്ല. അതൊക്കെ ഇരിക്കട്ടെ, ഇനി ഞങ്ങൾ എവിടെ കൊണ്ടുപോയി ടിക്കറ്റ് വിൽക്കാനാ? അപ്പൊ ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും ഇല്ലെന്നാണോ? മോട്ടോ, നിന്നെ കാണാൻ ഇപ്പൊ എന്ത് രസാണെന്ന് അറിയോ?
ഇതെന്തൊരു തണുപ്പാ, ഈ മുടിഞ്ഞ തണുപ്പ് കാരണം ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. വാ നമുക്കൊരു ചൂട് ചായ കുടിക്കാം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം വിട്ടിട്ട് വന്ന് ചായ കുടിക്കടാ. ഇത് തണുത്തു പോയല്ലോ, വേറൊരു ചൂട് ചായ എടുത്തോണ്ട് വാടോ. എന്തൊരൊടുക്കത്തെ എരിവാടോ, വേഗം വെള്ളം കൊണ്ടുവാടാ. നോക്കി നിൽക്കാതെ വെള്ളം കൊണ്ടുവാ. കൊള്ളാം ബോസ് കൊള്ളാം. കവിത നന്നായി. കവിതയുടെ കാര്യം വിട്ടിട്ട് വെള്ളം കൊണ്ടുവാടാ. ഇത് വയസ്സായി മാറിയോ? ഈ മഞ്ഞ് എന്നെ കൊണ്ടേ പോകുള്ളതാ തോന്നുന്നത്. വെള്ളം താടോ, വെള്ളം താ. ഇത് വയസ്സായി പോയല്ലോ. ബോസ് ഐസിനെ എടുത്ത് തിന്നോ, അപ്പൊ പൊള്ളിയത് അറിയില്ല. ബോസ് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങേ രക്ഷിക്കാം. ബോസ് അങ്ങയുടെ നാക്ക് അങ്ങയേക്കാൾ നീളമുണ്ടല്ലോ. നിങ്ങളൊന്ന് താഴേക്ക് കുനിഞ്ഞ്. ഓഹോ, അതിനെന്താ? നിങ്ങളീ ഫുർഫുറി നഗരം എന്താണ് കാണിച്ചു കൂട്ടിയത്? കുടിക്കാൻ വെള്ളം പോലും ഇല്ലല്ലോ. എല്ലാം വയസ്സായി പോയി. മനുഷ്യന് എങ്ങനെ ഇവിടെ ജീവിക്കും? തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 എന്താടാ നീ കേൾക്കുന്നില്ല? രണ്ടും തണുപ്പുകാരുടെ വയസ്സായല്ലോ. സോറി സോറി, അറിയാതെ തല്ലി പോയതാണേ. നോക്കിക്കോ ചായ കടക്കാരാ, ഈ വോട്ടുപത്തിലും എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇവന്മാരെല്ലാം കുളമാക്കി വെച്ചിരിക്കുക. അടിക്ക് ഇവന്മാരെ. അടിക്കൂ. മോട്ടു പത്ലു ഞങ്ങളുടെ വീട്ടിലെല്ലാരും ഐസ് പോലെ ആയി. എല്ലാം നിങ്ങൾ മോട്ടുവിനെ പത്ലുവിനെ അടിക്ക്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അവരുടെ കയ്യിൽ പെട്ട നമ്മളെ പരലോകത്തേക്ക് അയക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. ഐഡിയ. ഒന്നുകൂടെ വേഗത്തിൽ തുഴയേ. അവനെ അടിക്കേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആകാശത്ത് നമ്മൾ എത്തിയില്ലേ? ഇനി ഭൂമിയിലെ കാര്യങ്ങളൊക്കെ വിട്. എല്ലാ ശത്രുതയും മറന്ന് നമുക്കൊരു സൗഹൃദത്തിന്റെ കൈകോർക്കാം. ഒന്ന് കവിത നിർത്തിയിട്ട് നിന്റെ വഴിക്ക് പോണേ. നീ കാരണമാ ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. നീ ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. നീ എന്തിനാ 3 വട്ടം ഒച്ച വെക്കുന്നത്? 3 തവണ അവരെന്നെ അടിച്ചത് അതുകൊണ്ടാ. അപ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റിയില്ല. ഇപ്പോഴാ അറിയാൻ പറ്റിയത്. എന്റെ പൊന്ന് ചിങ്ക സാറേ, രക്ഷിക്കണേ. പത്തലു, നമ്മൾ എത്ര ദൂരം വെച്ചാ ഇങ്ങനെ ഓടുക? ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഓടാൻ പറ്റില്ല. ഇവരുടെ കൈ കിട്ടിയ നമ്മളെ ശരിയാക്കും. വേഗം ഓടിക്കോ. Stop in the
ദ നെയിം ഓഫ് ലോ, ഭാരതമാതാവാണ് സത്യം. ഇന്ന് വരെ നിങ്ങളുടെ വർത്താനം കേട്ട് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ കിടന്ന് കാറുന്നേ? സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ. മോട്ടു, എന്റെ ചങ്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ റോക്കറ്റ് ആകാശത്തിലേക്ക് വിട്ടാലുണ്ടല്ലോ എല്ലാം ശരിയാവും. ഇങ്ങോട്ടോ, ഞാൻ കത്തിക്കാം. ഇത്തവണ മണ്ടത്തരം കാണിച്ച് ഞാൻ ഒന്നും കൊളവാക്കില്ല. വേഗം വേഗം കത്തിക്കേ. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുക? പിന്നെ എല്ലാ റോക്കറ്റും പോയല്ലോ. ഇപ്പൊ ഈ ഐസെല്ലാം ഉരുകിപ്പോകും, വീണ്ടും വെയില് വരാൻ തുടങ്ങും. എന്റെ അമ്മോ, ഈ മോട്ട് കാരണമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത്. അവരെ അടിക്കേ. രക്ഷിക്കണേ. ഇത്രയും ഉറുമ്പുകൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിശന്നിട്ട് വന്നതാവും, ഭക്ഷണം കിട്ടാതെ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. എന്റെ വീട്ടിൽ വന്നവരാരും വിശന്നിട്ട് ഇവിടുന്ന് പോവാൻ പാടില്ല. എന്താ പറ്റിയേ? ഈ റോക്കറ്റ് പോകുന്ന പോലെ എന്തിനാ പോകുന്നേ? ഞാൻ ഇവറ്റകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എടുക്കാൻ പോയതാ. അപ്പോഴത്തേക്കും കണ്ടില്ലേ, എന്റെ കൈയൊക്കെ കടിച്ചു കളഞ്ഞു. വിശന്നിട്ടാവും കടിച്ചത്. ഒരു സമൂസ എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. അത് ഞാൻ ഇവറ്റകൾക്ക് കൊടുക്കാം. സമൂസ കഴിക്കും പിള്ളേരെ. അപ്പൊ നമ്മളെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും മോട്ടു പത്ലു രക്ഷിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ അതെ മഹാറാണി, അവര് വലിയ ധൈര്യശാലികളാണ്. അവരെല്ലാവരെയും സഹായിക്കും. പക്ഷെ നമ്മുടെ ചെറിയ ലോകത്തിൽ മനുഷ്യന്മാരെ എങ്ങനെ കേറി വരാ? എന്റെ അടുത്തൊരു മരുന്നുണ്ട്. അത് കുടിച്ചിട്ട് ഞാൻ മോട്ടു പത്ലുവിനെ കടിച്ചാൽ അവർ രണ്ടുപേരും നമ്മളെ പോലെ ചെറുതായി പോകും. സിംഗൂരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ ആൻസ്, വേഗം പോകും. പോയി മോട്ടു പത്ലുവിനെ കൂട്ടിക്കൊണ്ടുവരൂ. ഇത് തന്നെയായിരിക്കും വീട്. പത്ലു എഴുതേക്ക്, കണ്ടില്ലേ നമ്മളിതെവിടെ വന്നിരിക്കുന്നെന്ന്? നമ്മളെ വീട്ടിലല്ലേ കിടന്നത്, ഇതിപ്പോ എവിടെയാ? ഇതാ വന്നു, ഇതാ വന്നു, ഇതാ വന്നു. എന്റെ അമ്മോ, ഇത്രയും വലിയ ഉറുമ്പ് ഇത് എവിടുന്നാ വന്നത് പത്ലു? ഇത് ശരിക്കും നമ്മുടെ സൈസ് ആണല്ലോ. ഉറുമ്പുകള് വലുതായതല്ല, നമ്മള് ചെറുതായതാ.
ഇത് വല്ല പകൽ സ്വപ്നമാണോ? നമുക്ക് ഉറങ്ങാം. അതെ, ഇതൊരു സ്വപ്നമൊന്നുമല്ല, ഇത് സത്യം തന്നെയാണ്. ഞാൻ നിങ്ങളെ ചെറുതാക്കിയതാണ്. എന്റെ അമ്മ നമ്മളെ ഉറുമ്പാക്കിയേ. ഇതിപ്പോ എന്താ പറ്റിയ നമുക്ക്? ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ പറയാം, ഞാൻ ഉറുമ്പുകളുടെ മഹാറാണിയാണ്. ഏറ്റവും ദുഷ്ടന്മാരായ ജിങ്കുര ഞങ്ങളുടെ പ്രജകളെ പിടിച്ചോണ്ട് പോയി തിന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതിന് ഞങ്ങൾക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്താ ചെയ്യാ? ഞാൻ നിങ്ങളെ ഇനി വലുതാകാൻ സഹായിക്കില്ല. അങ്ങനെ ചെയ്താൽ സിംഗൂറ നിങ്ങളെ തിന്നുകളയും. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തോട്ടെ. പത്ലു, നിനക്കറിയാലോ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. പെട്ടെന്ന് നല്ലൊരു ഐഡിയ ആലോചിക്ക്. ഐഡിയ? വേഗം വാ, ഓടിപ്പോകാം. നിങ്ങളെ രണ്ടുപേരെയും ഞാനിങ്ങനെ ഓടിപ്പോവാൻ സമ്മതിക്കില്ല. ഓടി രക്ഷപ്പെടാൻ നോക്കിയതല്ല, ജോഗിങ് ചെയ്തോണ്ടിരിക്കുക. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ശരീരം ഒന്ന് ഫിറ്റ് ആക്കുന്നത് പതിവാണ്. ദൈവമേ, മോട്ടോ പത്ലു, ഓൾ ദി ബെസ്റ്റ്. സിംഗൂറ. ഓ ഡോക്ടർ ആൻസ്, നിങ്ങൾ എന്താ ഓടിയില്ല? ഇവിടുന്ന് ഓടിപ്പോകേണ്ട ആവശ്യം എനിക്ക് ഇപ്പോ ഇല്ല. മോട്ടുവും പത്ലുവും എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മോട്ടു പത്ലു ആരാ? ചെല്ല്, നീ തന്നെ അവരോട് പോയി ഏറ്റുമുട്ട്. അവരാ മരത്തിന്റെ പുറകിലിരുന്ന് നിന്നെ മേളിലേക്ക് അയക്കാനുള്ള പ്ലാനിങ് ചെയ്തോണ്ടിരിക്കുക. പത്ലു, വേഗം ഓടിക്കോ, ഓടിക്കോ. ജഗത്താന്റെയും കടലിന്റെയും നടുവിലായതുപോലെയായി. ഈ ഡോക്ടർ നമ്മളെ വെള്ളം കുടിപ്പിച്ച് അടങ്ങുന്ന തോന്നുന്നത്. മോട്ടു, പത്ലു, എവിടെയാണ് നിങ്ങൾ? സിംഗൂരയോടെയാണോ നിങ്ങളുടെ വെല്ലുവിളി? നേരിട്ട് വാ. വാ, നമുക്ക് ആ ഉറുമ്പിന്റെ വീടിനകത്തേക്ക് പോകാം. അവിടേക്ക് എന്തായാലും ഈ സിംഗൂര വരില്ല. എവിടെയാണ് നിങ്ങൾ? മോട്ടു, പത്ലു, പിടിച്ചു. മുകളിലുള്ള ദൈവങ്ങളെ രക്ഷിക്കൂ. അമ്മ, രക്ഷിക്കണേ. എന്നിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഒന്ന് പറയണേ. സോറി, എക്സ്ക്യൂസ് മീ. നമ്മളിത് എവിടെയാ എത്തിപ്പെട്ടത്? മോട്ടു പത്ലു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. പോയവൻ താങ്ക് യു വല്യേട്ടാ. രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. ഇതുവരെ നമ്മള് രക്ഷിക്കാന്ന് പറഞ്ഞപ്പോ നമ്മളെ രക്ഷിച്ചു. ഇപ്പൊ നമ്മള് വലയിൽ കുടുങ്ങിയിരിക്കുക. മോട്ട് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഒരു ഭാഗത്ത് ചിങ്കൂര വരുന്നുണ്ട്, മറുഭാഗത്ത് ചെലന്തിയും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക്. എന്റെ പൊന്നു മോട്ടു പത്ലു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഓടിയത്? ഐഡിയ, ഞങ്ങൾക്കും ചിറകുകൾ തന്നേക്ക്. പിന്നെ ഞങ്ങൾ ഓടുകയില്ല, പറന്നു പോയി അവരുടെ കഥ കഴിച്ചിട്ട് വരാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. നിനക്ക് തരാം. നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോ. ചിറകുകൾ വരാൻ പോവാണ്. സിംഗൂറ എന്നെ നോക്കി വന്നോണ്ടിരിക്കുക. എന്നെ പിന്നെ കാണാം. പൊളിച്ചേ, നമ്മുടെ പുറകില് ചിറക് വന്നേ.
എന്നാ പിന്നെ വേഗം പറന്നോ. ഈ ചെലന്തി വിശന്ന് വലഞ്ഞ് വരിക. ഇതെങ്ങനെയാ പറക്കുക? എന്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാന്നേ. എന്റെ മുകളിലുള്ള ദൈവങ്ങളെ രക്ഷിക്കൂ. ആരെങ്കിലും ഒന്ന് താഴോട്ട് വരണേ. എന്റെ കാവിലമ്മേ. എന്താ 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 ഇത് എങ്ങോട്ടൊക്കെയാ പറക്കുന്നത്? ഓ അല്ല, ഇതെന്താ പറ്റിയത്? ഓ ഇത് തലതിരിഞ്ഞൊക്കെയാണല്ലോ പറക്കുന്നത്. പറക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇതെങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇടത്തോട്ടും വലത്തോട്ടും എങ്ങനെയാ പോകുന്നേ? നിങ്ങൾക്ക് എങ്ങോട്ടാണോ പറക്കേണ്ടത് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ചിറകുകൾ നിങ്ങളെ അവിടേക്ക് എത്തിക്കും. ഇത് നിങ്ങളുടെ ചിന്തയുടെ ഒരു ഭാഗമായി മാറണം. പത്ലു, നമുക്കിനി നേരെ പറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കേ. നിങ്ങളെ വിടില്ല, വിടാൻ പോകുന്നില്ല. മോട്ടോ, ഇതാ ഒരു കാട്. വാ, നമുക്ക് അതിൽ പോയി ഒളിച്ചിരിക്കാം. വേണ്ട, നേരെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. ഇങ്ങനെ തലതിരിഞ്ഞ് പോവാതെ. എന്തായി കാണിക്കുന്നത്? നേരെ പോട്ടെ, നേരെ. മോട്ടു പത്ലു പറക്കാൻ എക്സ്പേർട്ടായി. രക്ഷിക്കണേ. എന്റെ ഇര ഇതാ എന്നെ തേടി വരുന്നുണ്ട്. ഹാ. രക്ഷിക്കണേ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ അതൊറ്റയ്ക്കാണ്. നമ്മള് രണ്ടുപേരുണ്ട്. വേഗം ശക്തിയായി പറഞ്ഞോ. അതിനെ നമ്മുടെ കൂടെ കൊണ്ടുപോരെ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വലിച്ചോ വലിച്ചോ വലിച്ചോ, ആഞ്ഞു വലിച്ചോ. മോട്ടു പത്ലു, രക്ഷിക്കൂ എന്റെ അമ്മേ. മോട്ടു പത്ലു, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അവരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ടു. നിങ്ങൾ ശരിക്കും ധൈര്യശാലികളാണ്. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഡോക്ടർ ആഡ്, ഇവരെ വീണ്ടും പഴയ രൂപത്തിൽ മാറ്റൂ. നിങ്ങളുടെ ഉത്തരവ് പോലെ മഹാറാണി. സിംഗൂരായിട്ട് ഓടിച്ച് വല്ലാതെ വിശപ്പായി പോയി. എന്നാ പിന്നെ വയറ് നിറയുന്നത് വരെ സമൂസ കഴിക്കാം. നിങ്ങൾ രണ്ടുപേരുമാണോ വീരന്മാരായ മോട്ടുവും പത്ലുവും? നിങ്ങൾ രണ്ടുപേരുമല്ലേ സിംഗൂറെ കൊന്നത്? അതെ അതെ, ഞങ്ങളാണ് ആ ധൈര്യശാലികൾ. കൊള്ളാലോ, അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ വീരശൂര പരാക്രമങ്ങൾ എല്ലാവരും അറിഞ്ഞോ? ഇവരാണ് നമ്മുടെ സിംഗൂറെ കൊന്നത്. ഇവരെ ഒരിക്കലും വിടാൻ പാടില്ല. ആക്രമിക്കൂ.